എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്, മോനെ നിന്നെ ആര് കൈവിട്ടാലും ഞാൻ കൈവിടിയല്ല, നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവും, നീ വിഷമിക്കണ്ടാട്ടോ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അലീന അങ്ങ് എഴുന്നേറ്റ് പോകുമ്പോൾ അലീനയെ നോക്കുന്നുണ്ട്. അവന് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏതായാലും അലീന പോയതിന് ശേഷം കുറേ കഴിഞ്ഞ് കൃഷ്ണമോൾ റൂമിലേക്ക് വരും. എന്നിട്ട് രോഹിയേട്ട എങ്ങനെയാണ്, പനിയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കും. അടുത്തിരുന്ന് തൊട്ടൊക്കെ നോക്കും. എന്നിട്ട് പറയുവാണ്, രോഹിയേട്ടൻ ഇനി അലീന ചേച്ചിയോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടോ, അത് അലീന ചേച്ചിക്ക് ഒരുപാട് വിഷമാവും എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് അന്ന് കോളനി പോയപ്പം അലീനെ അവർ ഉപദ്രവിച്ചില്ലേ, ആ വീഡിയോ കൃഷ്ണമോളുടെ മൊബൈലിൽ കിടപ്പുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുക്കുവാണ്. അത് രോഹി ഇങ്ങനെ കണ്ടിട്ട് കൃഷ്ണമോളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇത് രോഹിയേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ല കോളനി പോയത്, ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയായിരുന്നു. അന്നേരമാണ് ഇത് സംഭവിച്ചത്. എന്നിട്ടും അലീന ചേച്ചി അവിടെ പോയി ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് രോഹിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അവർ കോടതിയിൽ പറഞ്ഞത്. അങ്ങനെയാണ് അവർക്ക് അങ്ങനെ പറയാനായിട്ട് ധൈര്യം കിട്ടിയത് എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അലീന ചേച്ചി വിഷമിപ്പിക്കരുത് കേട്ടോ എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും റൂമിലേക്ക് അലീനയും ബബുദയും കൂടി വരും. രണ്ടുപേരുടെയും കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അലീന ചോദിക്കും, എടി മോളെ നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു, നിന്നെ ഞാൻ താഴെയൊക്കെ അന്വേഷിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ രോഹിയേട്ടന് പനി കുറഞ്ഞോ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി പോകുന്നതാണ് എന്ന് പറയും. അന്നേരം രോഹിത്തിന് കഴിക്കാനുള്ള ഭക്ഷണമാണ് ബബിതയുടെ കയ്യിലിരിക്കുന്നത്. ബബിത അത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് അലീന രോഹിത്തിനെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തിയിട്ട്, നമുക്ക് പല്ല് തേക്കാം, എഴുന്നേറ്റ് പോകേണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ ബ്രഷ് എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് ബ്രഷിൽ പേസ്റ്റൊക്കെ തേച്ച് അത് എടുത്തുകൊണ്ട് വരാനായിട്ട് അങ്ങ് പോകുവാണ് അലീന ബാത്റൂമിലേക്ക്. അന്നേരം ഈ ബബിതേനെ അലീനയുടെ കൂടെ കണ്ടതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് കൃഷ്ണമോള് ബബിത. എന്നിട്ട് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെ തിരിച്ചറിവ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുവാണ് എന്ന് പറയുമ്പോൾ, പിന്നെ തിരിച്ചറിവ്, നീ ഒന്ന് പോടി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ രോഹിത്തും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രോഹിത്തിനെ പല്ല് തേക്കാനുള്ള ബ്രഷൊക്കെ കൊണ്ട് കൈ കൊടുക്കും. എന്നിട്ടൊരു ബൗളും പിടിച്ച് അടുത്തിരിക്കുവാണ് അലീന. ഇപ്പം ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ തുപ്പണല്ലോ, അന്നേരം ആ ബൗൾ കൊടുത്തിട്ട് ഇതിലേക്ക് തുപ്പിക്കോ എന്ന് പറയുമ്പോൾ രോഹിത്തിനൊരു മടിയാണ്. അന്നേരം മടിക്കൊന്നും വേണ്ട, നീ തുപ്പിക്കോ എന്ന് പറയും. അങ്ങനെ കുറച്ച് പല്ല് തേച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെള്ളവും കൊണ്ട് കൊടുക്കും. വായൊക്കെ കഴുകി ആ ബൗളിൽ തന്നെ തുപ്പി കഴിയുമ്പോഴത്തേക്കും ആ ടവല് രോഹിത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പോകും കേട്ടോ. അലീന ബാത്റൂമിലേക്ക് പോവാണ് അതെല്ലാം കളയാൻ വേണ്ടി. അന്നേരം ബബിത അടുത്ത് വന്നിട്ട് ആ ടവല് മുഖം തുടച്ച് കഴിയുമ്പോൾ അതൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട്. ഇത്രയും നാളും ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് ഒന്നുമില്ല. രോഹിത്തിൻ്റെ വഴിക്ക് ബബിതയുടെ വഴിക്ക് അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ അലീന ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം അവർ സഹോദരങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും ഒരു ബോണ്ടിങ്ങും ഒക്കെ ഉണ്ടായി തുടങ്ങി. ബബിത ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രോഹിത്തിനെ. ഏതായാലും പല്ല് തേച്ചതിന് ശേഷം അലീന രോഹിത്തിനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു അത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിപ്പിച്ച് വായൊക്കെ തുടപ്പിച്ച് പിന്നെയും കിടത്തി മരുന്നൊക്കെ കൊടുത്തിട്ടാണ് അലീന താഴേക്ക് ഇറങ്ങി പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി റൂമിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഈ അടുക്കളയിൽ വരുന്നു. അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്ന് നോക്കി അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വർക്ക് ഏരിയയിൽ നിന്ന് അലീന അടുക്കളയിലേക്ക് വരുന്നത്. വൈജയന്തിയുടെ പുറകിൽ കൂടെയല്ല വരുന്നത്. വൈജയന്തി കണ്ടില്ല. അപ്പോൾ പാത്രം കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അവിടെ ഇരുന്നൊരു പാത്രം താഴെ വീഴും. പെട്ടെന്ന് വൈജയന്തി പേടിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് പേടിപ്പിക്കാനായിട്ട് നാശം എന്ന് പറയുവാണ്. അന്നേരം എന്താ വേണ്ടത്, എന്തെങ്കിലും വേണ്ടതുകൊണ്ടാണോ ഫ്രിഡ്ജ് തുറന്ന് വെച്ച് പിടിച്ചത് എന്ന് ചോദിക്കുമ്പം, അതെ എനിക്ക് വേണ്ടതുകൊണ്ടാണ് പിടിച്ചത്, അല്ലെങ്കിലും പിടിക്കും, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്നത്, അത് ഞാൻ തുറക്കുകയോ അടയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യും, അതിന് നിനക്ക് എന്താ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, അല്ല ഈ ഫ്രിഡ്ജ് മേടിച്ച് വെച്ചത് അച്ഛനാണ് എന്നോട് പറഞ്ഞതെന്ന് പറയും. അതൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും അച്ഛനാണ് മേടിച്ച് വെച്ചത് എന്ന് കൃഷ്ണമോളും പറഞ്ഞു, അച്ഛനും എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ മേഡം ഈ വീടിന് വേണ്ടി പൈസയൊന്നും ചിലവാക്കിയിട്ടില്ല എന്നും പൈസ മൊത്തം സേവിങ് അക്കൗണ്ടിൽ ഇടുമായിരുന്നു, അല്ലാതെ ഒരു രൂപ പോലും ചിലവാക്കാറില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതെ ഞാൻ അങ്ങനെ സേവ് ചെയ്തു, അതിന് എന്താ കുഴപ്പം, അങ്ങനെ അന്ന് സേവ് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ തെണ്ടേണ്ടി വന്നേനെ എന്നൊക്കെ പറയുക. അന്നേരം അലീന ചോദിക്കും, മേഡത്തിന് എന്താ വേണ്ടേ, ചായ വേണോ, കൂൾ ഡ്രിങ്ക്സ് വേണോ, ജ്യൂസ് വേണോ, എന്താ വേണ്ടേ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ കൂൾ ബാർ നടത്തുവാണോ, അവൾ ചോദിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി അങ്ങ് പോയി. പിന്നെ അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അലീന പിന്നെ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. വൈജയന്തി അടുക്കളയിൽ നിന്ന് വരുമ്പോഴാണ് അവിടേക്ക് ബബിത വരുന്നത്. അന്നേരം അമ്മ പുറത്തിറങ്ങി തുടങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം അതെന്താടി, എനിക്ക് പുറത്തിറങ്ങാൻ മേല, അതിൻ്റെ അകത്ത് മാത്രം ഇരിക്കാവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, അമ്മ അതിന് എന്നോട് വഴക്കിനൊന്നും വരണ്ട, അമ്മ ഇതിനിങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത്, അമ്മയൊന്ന് നേരെ ആയാൽ ബാക്കിയെല്ലാം ശരിയാകും, രോഹിയേട്ടൻ പോലും ശരിയായി വരുന്നുണ്ട് എന്ന് പറയുമ്പം, ഇടഞ്ഞു നിൽക്കാൻ ഞാൻ എന്നെ ആനയാണോ, പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്, ആ അലീന ഉണ്ടല്ലോ അവൾ ഒറ്റ ഒരുത്തി കാരണമാണ്, അവളാണല്ലോ ഇവിടെ ഭരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഇതിനെ വെറുതെ
അതിനെ കുറ്റം പറയുന്നത്? അതിനെയും കൊണ്ട് ഈ വീട്ടിലുള്ളവർക്ക് ഉപകാരമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈജയന്തി അവൾ നിന്നെയും അങ്ങ് മയക്കിയെടുത്തോ എന്ന് ചോദിക്കുക. അന്നേരം ബബിത പറയുന്നുണ്ട്, എന്നെ ആരും മയക്കിയിട്ടില്ല, അങ്ങനെ മയക്കാനായിട്ട് ആരും ശ്രമിക്കുകയും വേണ്ട എന്ന്. അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. പോയിട്ട് അങ്ങ് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് പിന്നെയും പറയുവാണ്, അമ്മേ മുകളിൽ രോഹിയേട്ടൻ തീരെ വയ്യാതെ കിടക്കുവാണ്, ഇടയ്ക്ക് അവിടേക്കൊന്ന് പോയി നോക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആ പിടികൂടി അമ്മയുടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ട് ബബിത പോകുന്നേ. അത് മനസ്സിലായോ എന്നറിയത്തില്ല. മോന്തയും പിടിപ്പിച്ച് നിൽപ്പുണ്ട് അവിടെ വൈജയന്തി. പിന്നെയും കാണിക്കുന്നത് രോഹിത്തിനെ തന്നെയാണ്. രോഹിത്തിനുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് അലീന വരുന്നു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് ആദ്യം പനി നോക്കാമെന്ന് പറയും. പനി നോക്കി കഴിയുമ്പം പനി 101 ഉണ്ട് കേട്ടോ. ഏതായാലും അതൊന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവനെ എഴുന്നേറ്റിരുന്ന് അങ്ങ് ചുമച്ച് വായി കഫം വരുന്നുണ്ട്. അന്നത്തേക്കും അലീന പോയി 2-3 ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ടിഷ്യൂ കൂട്ടിപ്പിടിച്ചതിൻ്റെ അകത്തേക്ക് തുപ്പിക്കോളം പറയുക. ശരിക്കും കഫം പോലെ തന്നെ ആ കയ്യിലോട്ട് തുപ്പി കൊടുക്കുന്നു. അലീന അതുകൊണ്ട് കളയുന്നു. അലീന ആയതുകൊണ്ട് പാവം ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെയും കഞ്ഞി കോരി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ബബിത വരും. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല കുഞ്ഞാവിക്ക് കഞ്ഞി കോരി കൊടുക്കുന്നത് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ, നിനക്ക് വേണമെന്ന് ചോദിക്കും. അന്നേരം പിന്നെ എനിക്ക് എൻ്റെ പട്ടിക്ക് പോലും വേണ്ട എന്ന് പറയുമ്പോൾ, ഓഹോ അങ്ങനെയാണോ, എന്നും ഇങ്ങനെ തന്നെ പറയണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവളോട് ചോദിക്കും, ഇത്തിരി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാമോ എന്ന്, ഗുളിക കൊടുക്കാനാണ്. അപ്പോൾ ഇത് ഓടിപ്പോയി ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അലീന കഞ്ഞിയൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞ് ദേഹത്തിന് മുഖമൊക്കെ ഒന്ന് തുടയ്ക്കും. അത് കഴിഞ്ഞ് ഗുളികയും കൊടുക്കും. അന്നേരം അലീന ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ബബിതയ്ക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇപ്പോൾ അലീനെ. രോഹിത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തതിന് ശേഷം അവൻ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ നെറ്റിയിലൊക്കെ ബാം പരട്ടി കൊടുക്കുന്നു, നെഞ്ചിലും ബാം പരട്ടി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിൽ എന്തൊക്കെയോ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അലീന. ആ കൈ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പയ്യെ അങ്ങ് രോഹിത്ത് ഉറങ്ങി പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തി ഫോൺ വിളിക്കുക, അടുത്ത ആഴ്ച ഞാൻ ഓഫീസിലേക്ക് വരാം, അപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നടക്കാറാകും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. അന്നേരമാണ് കൃഷ്ണമോള് പരീക്ഷ കഴിഞ്ഞ് വരുന്നത്. അന്നേരം അമ്മ പുറത്തേക്കൊക്കെ ഉറങ്ങി ഇതേ സിറ്റ് ഔട്ട് വരെ എത്തിയോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഫോൺ വയ്ക്കുക, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ വൈജയന്തി ഫോൺ വെച്ചിട്ട്, നീ ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുവാണോ എന്ന് ചോദിക്കും. അല്ല ഞാൻ സ്കൂളിൽ പോയിട്ട് വരുവാന്ന് പറയുമ്പോൾ, സ്കൂളിൽ നീ ഇപ്പം നടന്നാണോ പോകുന്നതെന്ന് ചോദിക്കും. അന്നേരം അല്ല ഞാൻ ജംഗ്ഷനിൽ ചെന്നിട്ട് ബസ്സിന് പോകുമെന്ന് പറയുവാണ്. അന്നേരം നീ എന്താ ഇങ്ങനെ ബസ്സിന് പോകുന്നത്, ബബിത നിന്നെ കൊണ്ടുപിടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ബബുദേച്ചി പഠിത്തമൊക്കെ നിർത്തി വീട്ടിലിരിക്കുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം അവൾ എന്നെ പഠിത്തം നിർത്തിയതെന്ന് ചോദിക്കുമ്പോൾ, അതൊരു രസത്തിന് പഠിത്തം നിർത്തിയതാ എന്ന് പറയുമ്പോൾ, നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മക്കളിൽ ആരൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, ആരൊക്കെ പഠിപ്പ് നിർത്തി എന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല. അതൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും അമ്മയ്ക്ക് സമയമില്ലല്ലോ. അമ്മ മനസ്സിൽ യുദ്ധം ചെയ്യുമല്ലേ അച്ഛനോടും അലീന ചേച്ചിയോടും, പിന്നെ എങ്ങനെയാ എന്നിങ്ങനെ പറയും. അന്നേരം അത് ഇഷ്ടപ്പെടില്ല വൈജയന്തിക്ക്. അതെ നീ കൂടുതൽ സംസാരിക്കേണ്ട, നിൻ്റെ സംസാരം അത്രയ്ക്ക് അങ്ങ് കയറി പോകണ്ട, ആദ്യം ഒന്ന് വളരട്ടെ എന്നിട്ട് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മ ഈ വീട്ടിലുണ്ടായിട്ട് കൂടി അമ്മ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അമ്മ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അമ്മ ഇവിടെ ഇല്ലായിരുന്നപ്പോൾ എങ്ങനെയാണോ ഈ വീട് പോയത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുവാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണമേ എൻ്റെ സ്ഥാനത്ത് അലീന എന്ന് പറയുന്ന ഒരുത്തിയെ നിങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ്, നിനക്കൊക്കെ അവൾ മതി അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നോ അമ്മയോട് സംസാരിക്കാൻ ഞാനില്ല, അതുകൊണ്ട് എന്നെ വിട്ടേരെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അകത്തേക്ക് കയറി പോകുന്നു. അന്നേരം ദേഷ്യം വന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വൈജയന്തി. പിന്നെ കാണിക്കുന്നത് രാത്രിയായി. ബബിത റൂമിൽ നിന്ന് ഇറങ്ങുമ്പം അലീന രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് അടുക്കളയിലേക്ക് പോകുന്ന കാണും. അന്നേരം വൈജയന്തിയുടെ റൂം തുറന്ന് കിടക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് അമ്മ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് നേരം കിടന്നിട്ട് എഴുന്നേറ്റപ്പോൾ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കുവാണ്, ബാമിട്ട് തടവുമായിരുന്നു എന്ന് പറയും. എന്നിട്ട് ഞാൻ തടവി തന്നെ ചോദിക്കുമ്പോൾ, വേണ്ട നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക, നീ എന്താ ഉറങ്ങാത്തത് എന്ന് ചോദിക്കുമ്പം, അല്ല രോഹിയേട്ടന് പനി കൂടുതലാണെന്ന് തോന്നുന്നു, രോഹിയേട്ടൻ്റെ റൂമിൽ നിന്ന് അലീന പെട്ടെന്ന് ഇറങ്ങി വരുന്ന കണ്ടു എന്ന് പറയുമ്പം, അവളിപ്പോൾ അവിടെ പോയി എന്നെ ഉണ്ടാക്കാനാ, അവനെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയതല്ലേ എന്ന് ചോദിക്കും. എന്നാലും ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയാൽ മതിയോ, അല്ലാതെ വേറെ ആരും പോയി അന്വേഷിക്കുമോ നോക്കുമോ ഒന്നും വേണ്ടേ എന്ന് ചോദിക്കുമ്പം, അവൾ വലിയ ഹോം നേഴ്സല്ലേ, അവൾ നോക്കട്ടെ, നീ എൻ്റെ പുറകെ നടക്കാനൊന്നും നിൽക്കണ്ട, നീ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറയുവാണ് വൈജയന്തി. ഇങ്ങനെ അന്തം വിട്ട് കുറച്ചേരം നോക്കി എന്നിട്ട് ബബിത റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു. അന്നേരം ഇത്തിരി ദേഷ്യത്തോടെ ഇരിക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ബബിത അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, അവന് തീരെ വയ്യ, നെഞ്ചിൽ നീർക്കൊണ്ടുണ്ടല്ലോ, അതുകൊണ്ട് ചൂട് വെച്ച് കൊടുക്കാൻ വേണ്ടി ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ അലീന. അത് കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പം വയ്യാതെ കട്ടിലേക്ക് കിടന്ന് ഉരുളുവാട്ടോ രോഹിത്ത്. അവനെ പിടിച്ച് നേരെ കിടത്തി ഷർട്ട് ഊരി നെഞ്ചും പുറവും ഒക്കെ ചൂട് പിടിച്ച് കൊടുക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുന്ന നമ്മുടെ വൈജയന്തിയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.